ഏത് എക്സാംസ് എടുത്താലും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, LP-UP അതുപോലെ തന്നെ LDC എക്സാംസ് എല്ലാം വരുന്നുണ്ട്. ഇതിനു മുൻപ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യനും വായിക്കാം, അത് ആൻസർ ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. The number of candidates dash very high. The number of candidates dash very high. Options is, are, have. നമുക്കറിയാം, സബ്ജക്റ്റിനനുസരിച്ചാണ് വേർബ് എഴുതുന്നത്. ഇവിടെ സബ്ജക്റ്റ് the number of candidates, സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്നതാണ്. അതായത് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക? ഈസ്. ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈസ് വെരി ഹൈ. ഞാൻ ഒന്നുകൂടി പറയാം, സബ്ജക്റ്റിനനുസരിച്ചാണ് സെൻറ്റൻസിൽ വേർബ് എഴുതുന്നത്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. കാൻഡിഡേറ്റ്സ് എന്ന വേർഡ് കണ്ടിട്ട് അത് മാത്രമാണെന്ന് വിചാരിക്കരുത്. മൊത്തത്തിലാണ് അവിടെ സബ്ജക്റ്റ്. ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികളുടെ എണ്ണം. സിംഗുലറായിട്ടാണ് അതിനെ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വെർബും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ആൻസർ ഈസ്. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം നമ്മൾ എഴുതുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും. ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കും. The number of candidates, the number of teachers, the number of applicants, the number of cases. ഇതിൻ്റെ എല്ലാം കൂടെ വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓയിൽ ആൻഡ് വാട്ടർ ഡാഷ് നോട്ട് മിക്സ്. ഓയിൽ ആൻഡ് വാട്ടർ ഡാഷ് നോട്ട് മിക്സ്. ഓപ്ഷൻസ് ഡു, ഡസ്, ഈസ്. ഇവിടെ സബ്ജക്റ്റിൽ രണ്ട് നൗൺസിനെ ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓയിൽ ആൻഡ് വാട്ടർ. ഇത്തരത്തിൽ സബ്ജക്റ്റിൽ രണ്ട് സിംഗുലർ നൗൺസിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഡു. ഈസ്, ഡസ് എന്നിവ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഡു. ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ്. Everybody dash him. Everybody dash him. No, knows, had no. ഇവിടെ എന്താണ് ആൻസർ വരിക? സബ്ജക്റ്റ് ആയിട്ട് എവ്രിബഡി, നോബഡി, നോ വൺ, എവ്രിതിങ്, സംവൺ, സംതിങ്, സംബഡി എന്നിവയ്ക്കൊപ്പം സിംഗുലർ വേർബാണ് എഴുതുക. ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് ആയിട്ട് എവ്രിബഡി, നോബഡി, നോ വൺ, എവ്രിതിങ്, സംവൺ, സംതിങ്, സംബഡി എന്നിവയ്ക്കൊപ്പം സിംഗുലർ വേർബാണ് എഴുതുക. ഈ വാക്കുകളെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആൻസർ നോസ്. എവ്രിബഡി നോസ് ഹിം. നോ എന്നത് പ്ലൂറലാണ്. ഹാഡിൻ്റെ കൂടെ നമ്മൾ we3 ആണ് ഉപയോഗിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Many a girl dash him. Many a girl dash him. Options like, likes, half like. ഇത് നോക്കിയേ. Many a, many and, more than one എന്നിവയ്ക്ക് ശേഷം വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. Many a, many and, more than one എന്നിവയ്ക്ക് ശേഷം വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. ആൻസർ many a girl likes him. Many a girl likes him. Last question. One of my friends dash been selected. One of my friends dash been selected. Has, have, is. One of എന്നതിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗണാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യനിലുള്ളതുപോലെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. എന്നാൽ അതിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വൺ ഓഫ് എന്നതിനു ശേഷം എഴുതുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും, എന്നാൽ വേർബ് സിംഗുലർ ആയിരിക്കും. ഇവിടെ
ഹാസും ഈസും സിംഗുലറാണ്. എന്നാൽ ബീൻ്റെ കൂടെ നമ്മൾ ഹാസാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ബീൻ സെലക്റ്റഡ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ബീൻ സെലക്റ്റഡ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നിന്നും പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ റൂൾസ് ആണല്ലേ. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന ടോപ്പിക്കിൽ ഇനിയും ഒരുപാട് റൂൾസ് ഉണ്ട്. കൂടുതലായി അറിയണമെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതുകൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാം. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.